ഇവിടുത്തെ ന്യൂനപക്ഷം മറ്റിടങ്ങളിൽ ഭൂരിപക്ഷമാണ്. നമസ്കാരം. 6 മതവിഭാഗങ്ങൾ ഇന്ത്യയിൽ ന്യൂനപക്ഷമാണ്. മുസ്ലിം, ക്രൈസ്തവ, സിഖ്, ബൗദ്ധ, പാഴ്സി, ജൈന വിഭാഗങ്ങൾ. 1992 ഡിസംബർ 18 ഐക്യരാഷ്ട്രസഭ ലോകമാകെ ന്യൂനപക്ഷ സംരക്ഷണ ദിനമായി പ്രഖ്യാപിച്ചത്. സാമൂഹികവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ ആധിപത്യം ഇല്ലാത്തവരും അവരവരുടെ രാജ്യത്തിനുള്ളിൽ എണ്ണത്തിൽ കുറവ് എണ്ണം ഉള്ളവരുമായിട്ടുള്ള ഒരു ജനസമൂഹത്തെയാണ് ന്യൂനപക്ഷമായി ഐക്യരാഷ്ട്രസമിതി പ്രഖ്യാപിച്ചത്. ഒട്ടുമിക്ക രാജ്യങ്ങളിലും വംശീയവും വർഗീയവുമായ വിവേചനങ്ങൾ അതാതിടത്തെ ന്യൂനപക്ഷങ്ങൾ നേരിടുന്നുണ്ട്. അധികാരവും മേധാവിത്വവും ആഗ്രഹിക്കുന്നവരാണ് എവിടെയും ഈ വിവേചനം സൃഷ്ടിച്ചു പോരുന്നത്. അതിന് ചരിത്രപരമായ കാരണങ്ങളുടെ പിൻബലം ആലങ്കാരികമായി ചമയ്ക്കുകയും ചെയ്യും. നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ ഈ ഭൂരിപക്ഷ ന്യൂനപക്ഷ വികാരമല്ല ഉണ്ടായിരുന്നത്. മാതൃരാജ്യത്തിന് വേണ്ടി ഒരുമയുടെ ഉയർത്തെഴുന്നേൽപ്പാണ് നാം കണ്ടത്. ആ ഉയർന്ന സാംസ്കാരിക മനസ്സാണ് നാം ഇവിടെ പുനർനിർമ്മിച്ചെടുക്കേണ്ടത്. അപ്പോൾ പിന്നെ ന്യൂനപക്ഷ കമ്മീഷനും ഭൂരിപക്ഷ മേൽക്കോയ്മയും അധികാര ധാർഷ്ട്യവും ഒന്നും പ്രസക്തമല്ലാതായിത്തീരും. അങ്ങനെ ഒരു ഭാരതീയ ദർശനമാണ് സ്വാമി വിവേകാനന്ദൻ ഉദ്ഘോഷിച്ചത്. അങ്ങനെ ഒരു രാമരാജ്യമാണ് ഗാന്ധിജി സ്വപ്നം കണ്ടത്. അല്ലാതെ മതാചാരങ്ങളുടെ പേരിൽ ക്രിസ്ത്യാനികളെ കടന്നാക്രമിക്കുവാനും മുസ്ലിങ്ങളുടെ നിർബന്ധിത മതകൽപ്പനകളിൽപ്പെട്ട നമസ്കാരത്തിന് എതിരെ പോലും വിരൽ ചൂണ്ടുവാനും ഒന്നുമല്ല, അങ്ങനെയൊന്നുമല്ല വേണ്ടത്.